നമസ്കാരം. ഇടുക്കി ലൈവിന്റെ വോക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കാൽപന്ത് കളിയിലെ റഫറി ആകാനുള്ള ഒരു കോഴ്സ് ഏതാണ്, അതിൻ്റെ കരിയർ സാധ്യതകൾ എന്തൊക്കെയാണ്, അതൊന്ന് പറഞ്ഞു തരാമോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു മെയിൽ വന്നിരുന്നു. അപ്പോൾ ഫുട്ബോൾ റഫറി കരിയറും അതിനുള്ള കോഴ്സുകളും സാധ്യതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഫുട്ബോൾ റഫറി എന്ന് പറയുന്നത് ഫുട്ബോൾ മത്സരങ്ങൾ നടപ്പിലാക്കുന്നതിനും മത്സരം സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്നതിനും അത് നടപ്പിലാക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിത്വമാണ് റഫറി എന്ന് പറയുന്നത്. ഫുട്ബോളിനോടുള്ള അഭിനിവേശം, നല്ല ശാരീരിക ക്ഷമത, മികച്ച തീരുമാനമെടുക്കാനുള്ള കഴിവ്, നിയമങ്ങളെക്കുറിച്ചുള്ള അഗാധമായ അറിവ് എന്നിവ ഈ മേഖലയിൽ വിജയിക്കാൻ നമുക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം തുടക്കത്തിലെ തന്നെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഈ ഒരു ഫുട്ബോൾ റഫറി എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയർ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിനി ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ക്ലബ്ബ് തല മത്സരങ്ങൾ. തുടക്കക്കാരായ റഫറിമാർ സാധാരണയായി ക്ലബ്ബ് തല മത്സരങ്ങളിലാണ് അവരുടെ കരിയർ ആരംഭിക്കുന്നത്. വിവിധ ക്ലബ്ബുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. നല്ല നല്ല രീതിയിൽ പോകുന്ന ക്ലബ്ബുകൾ വിദേശത്തും ഇന്ത്യയിലുമൊക്കെ ഉണ്ട്. ഇതിൻ്റെ മത്സരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് അവരുടെ ഒരു കരിയർ അവർ ആരംഭിക്കുക. അതിനുശേഷം ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിലേക്ക് മാറുന്നു. കൂടുതൽ പരിചയവും മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്ന റഫറിമാർ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ അവസരങ്ങൾ ലഭിക്കുന്നു. തുടങ്ങിയത് അതിനുശേഷം ദേശീയതല മത്സരങ്ങളിലേക്ക് അവർ മാറുന്നു. ഏറ്റവും മികച്ച റഫറിമാർ ദേശീയതല മത്സരങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇത് ഐ ലീഗ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലുള്ള പ്രൊഫഷണൽ ലീഗുകളിൽ റഫറി ചെയ്യാനുള്ള അവസരം നൽകുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അന്താരാഷ്ട്ര നിലവാരമുള്ള റഫറിമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളും ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യയിൽ ഈ കോഴ്സുകൾ എവിടെ പഠിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ ഫുട്ബോൾ റഫറിമാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF നടത്തുന്ന റഫറി കോഴ്സുകളിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ കോഴ്സുകൾ ഫുട്ബോൾ നിയമങ്ങളും അവയുടെ പ്രായോഗിക വശങ്ങളും പഠിപ്പിക്കുന്നു. AIFന്റെ റഫറി വികസന പരിപാടികൾ 8 ലെവൽ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. ലെവൽ 8 ആണ് എൻട്രി ലെവൽ എന്ന് പറയുന്നത്. ലെവൽ 1 ആണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവൽ. അതായത് ഫിഫ മാച്ച് ഒഫീഷ്യൽസ് ആയിട്ട് മാറണമെങ്കിൽ അതിൻ്റെ 1 കാറ്റഗറിയിലെങ്കിലും നമ്മൾ എത്തണം. അപ്പോൾ നമുക്ക് ആ കോഴ്സുകളൊന്ന് പരിചയപ്പെടാം. ലെവൽ 1 പുതിയ റഫറിമാർക്കുള്ള അടിസ്ഥാനപരമായ കോഴ്സാണ് ഈ ലെവൽ 8 എന്ന് പറയുന്നത്. ലെവൽ 1 അല്ല, ലെവൽ 8 ആണ് ഏറ്റവും താഴെയുള്ള അടിസ്ഥാനപരമായ കോഴ്സ്. ലെവൽ 7, ലെവൽ 8ൽ വിജയിച്ചവർക്കുള്ള കോഴ്സാണ് ലെവൽ 7 എന്ന് പറയുന്നത്. അങ്ങനെ ലെവൽ 6 വരുമ്പോൾ ലെവൽ 7 ജയിച്ചവർക്കുള്ള ഒരു കോഴ്സായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലെവൽ 5, 6 ജയിച്ചവർക്ക് അങ്ങനെ അതൊരു ലെവൽ 1 വരെ എത്തുന്നു. ലെവൽ 1ൽ ലെവൽ 1 വരെ നമ്മൾ എത്തുകയാണെങ്കിൽ തീർച്ചയായും ഫിഫ റഫറിമാരാകാൻ ആഗ്രഹിച്ചവർക്കുള്ള ഒരു കോഴ്സായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. ഇതാണ് ഈ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. മികച്ച ഒരു കായിക ക്ഷമതയും ശാരീരിക ക്ഷമതയും ഒക്കെ ഇതിനാവശ്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് AIFFന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. www.ida-aiff.com എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: റഫറി കോഴ്സുകൾ പ്രവേശനം ലഭിക്കാനായിട്ട് മത്സര പരീക്ഷകളും അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകളും വിജയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റഫറിമാർക്ക് പ്രായപരിധിയുണ്ട്. സാധാരണയായി 45 വയസ്സാണ് വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റഫറി എന്ന് പറയുന്നത്, ഫുട്ബോൾ റഫറി എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ എന്നാൽ അതേസമയം പ്രതിഫലം ഒരുപാട് ലഭിക്കുന്ന ഒരു കരിയർ മേഖലയാണ്. ഫുട്ബോളിനോടുള്ള അമിത ആവേശവും കഠിന അധ്വാനവും ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇതൊരു പാഷനായിട്ട്, ഫുട്ബോൾ നല്ലൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് തീർച്ചയായും ഇതിൽ നല്ല വിജയങ്ങൾ കണ്ടെത്താനാവും. അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയും. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുമൊക്കെ, ഇപ്പോൾ യൂറോപ്പിലാകട്ടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ആകട്ടെ വിവിധ ക്ലബ്ബുകളിലൊക്കെ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നവർക്ക് നല്ല പ്രതിഫലവും കാര്യങ്ങളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കരിയർ മേഖലയ്ക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ ചെയ്യാവുന്നതാണ്.
നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം, കളിയോടുള്ള നല്ല ഒരു അഭിനിവേശം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അറിവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മെയിൽ ID walktherightpath01@gmail.com എന്നുള്ളതാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.